ഇതൊരു ഹൈ ഫ്രീക്വൻസി പൾസ് ലേസർ അൾട്രാസോണിക് ഹോൾ പഞ്ചിങ് മെഷീനാണ്. ഉടൻ തന്നെ അദ്ദേഹം അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ മലയുടെ ഉള്ളിൽ വലിയൊരു ഹോള് രൂപപ്പെടുന്നു. അത് ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ടങ്സ്റ്റൺ ടൈറ്റാനിയം അലോയ് ആയിരുന്നു. 10,000 ഡിഗ്രി സെൽഷ്യസ് വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ ആ അലോയ്ക്ക് കഴിയുമായിരുന്നു. അങ്ങനെ അവർ ഒരു ജിയോസെൻട്രിക് ഷിപ്പ് ഉണ്ടാക്കാൻ തയ്യാറാവുന്നു. ചീഫ് ആകട്ടെ $50 മില്യൺ അതിനായി നൽകുന്നു. 3 മാസത്തിനുള്ളിൽ വേണമെന്നായിരുന്നു നിബന്ധന. അങ്ങനെ പുറത്ത് കാലിൽ ഒരു മനുഷ്യന്റെ കൈ ചുട്ടുപൊള്ളുകയാണ്. ഓസോൺ ലെയറിന്റെ വിടവിലൂടെ സൂര്യപ്രകാശം നേരിട്ട് അടിച്ചതാണ് കാരണം. ആ റേ ഭൂമിയുടെ പ്രതലത്തിൽ പതിക്കുന്നു. പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കാർ എടുക്കാൻ നോക്കിയപ്പോൾ ടയറെല്ലാം ഉരുകി പോകുന്നു. പാലങ്ങൾ തകർന്നു വീഴുന്നു. കാറുകളെല്ലാം നേരെ ചെന്ന് വീഴുന്നത് ആ തിളച്ച പുഴയിലേക്കാണ്. ഇതിനു പുറകിൽ ഭൂമിയുടെ കോർ റൊട്ടേഷൻ സാധ്യമാക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ജിയോസെൻട്രിക് ഷിപ്പിന്റെ നിർമ്മാണത്തിലായിരുന്നു ഗവൺമെന്റ്. അങ്ങനെ 3 മാസത്തിനുള്ളിൽ ഷിപ്പ് റെഡിയാവുന്നു. 6 പേരായിരുന്നു ഈ മിഷന്റെ ചുമതല വഹിച്ചത്. കൗണ്ട് ഡൌണിന് ശേഷം ഷിപ്പ് നേരെ പതിച്ചത് പസഫിക് സമുദ്രത്തിലേക്കാണ്.